ഗുഡ് മോർണിംഗ്. മനോഹരമായ പ്രഭാതത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആ ഫോട്ടോഗ്രാഫിയിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ടായിരിക്കും കേട്ടോ, വീഡിയോയിൽ. ഞാൻ എൻ്റെ ഫോൺ മാറി പുതിയൊരു ഐപാഡ് പ്രോ കഴിഞ്ഞ ദിവസം ചിക്കനെ കൊണ്ട് ദുബായിൽ നിന്ന് മേടിപ്പിച്ച് സജൻ, എൻ്റെ ഫ്രണ്ട് സജൻ ഇന്നലെ കഴിഞ്ഞ ദിവസം അതെൻ്റെ കൈ കൊണ്ട് തന്നു. അഗെയിൻ താങ്ക്സ് ടു ചിക്കൻ ആൻഡ് സജൻ. നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി ഇപ്പോൾ അതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ഇവിടെ കാറ്റിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതൊക്കെ നല്ല കാറ്റാണ് ഇവിടെ, അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു കേട്ടു എഫേസ്യർ ചാപ്റ്റർ 2 അതിൻ്റെ 8 മുതൽ വായിക്കാൻ തുടങ്ങി. അതിനകത്ത് 9 പറയാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പോലും ദൈവം അവസരം കൊടുക്കത്തില്ല എൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം. കാരണം ദൈവത്തിന് അത് ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് വെക്കുന്ന ദൈവത്തിന് ഇഷ്ടം. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ഒരു മനുഷ്യനുമില്ല. കൽപ്പനകൾ മുഴുവൻ അനുസരിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പം പിന്നെന്താ ഇതിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ ദാനം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മുടെ പെർഫെക്ഷൻ അല്ല ഇതിൻ്റെ അടിസ്ഥാനം. യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയുടെ അതിൻ്റെ ബേസിലാണ്. പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമം മുഴുവൻ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ. പുതിയ നിയമത്തിൽ എന്താ അടിസ്ഥാനം എന്നറിയോ? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം അല്ലെങ്കിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. അപ്പം ഇതാ വ്യത്യാസം. ഒന്ന് മുഴുവൻ ബേസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പ്രവൃത്തി, എൻ്റെ പെർഫെക്ഷൻ. പുതിയ നിയമത്തിൽ ഇപ്പം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തു, അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ അനുഭവിക്കുക. അപ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിക്കണം, നന്ദിയോടെ അനുഭവിക്കണം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ആ സ്നേഹത്തിൻ്റെയും ആ നന്ദിയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു ബോണ്ടേജാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വാസത്തിൽ വന്ന കുറേ നാൾ ഞാൻ ഭയങ്കര ബോണ്ടേജിലായിരുന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ തങ്കുവറിൻ്റെ ഒരു പ്രസംഗത്തിൽ കൂടെയാണ് എനിക്ക് ആ ഫ്രീഡം കിട്ടാൻ തുടങ്ങിയത്. അതുവരെയും എനിക്ക് പലപ്പോഴും കൺഫ്യൂഷനായിരുന്നു, ഞാൻ ഭയങ്കര ഭയത്തിലായിരുന്നു. അപ്പം താഴോട്ട് ഞാൻ വായിക്കാം. അതിൻ്റെ 10 പറയാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അതിൻ്റെ വേഴ്സ് 10 പറയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചതാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഒന്നുകൂടെ വായിക്കാം. ഒറ്റ സെൻറ്റൻസ് ആണ്, ഒറ്റ വാക്യം. അതെ, 10ാം വാക്യം എന്ന് പറയുന്നത്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, എന്നിട്ടൊരു കോമ, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവം നമ്മളെ രക്ഷിച്ചു. അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല, പക്ഷെ നമ്മളിൽ സൽപ്രവൃത്തിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ. നമ്മൾ പലപ്പോഴും ഓർക്കും, നമ്മൾ പുതിയ വലിയ ഭയങ്കര സംഭവം ഞാൻ ആലോചിച്ച് ചിന്തിച്ചുറച്ച് കണ്ടുപിടിച്ചു, ഞാൻ ഇനി അതുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക, എന്താ ഒരു വലിയ ചാരിറ്റി പ്രവർത്തനം എൻ്റെ മനസ്സിൽ, എൻ്റെ ഐഡിയയിൽ. അത് സെൽഫാ, ജഡമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും, ലീഡ് ചെയ്യും. ഡു ലൈക്ക് ദിസ്, ഗോ ലൈക്ക് ദിസ്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. അത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മളിൽ കൂടെ നടക്കേണ്ട ഗുഡ് ഡീഡ്സ്, സൽപ്രവൃത്തികൾ. കാരണം ഞാനിപ്പോൾ ഒരു ദൈവവേദലാണ്, ഞാൻ പരിശുദ്ധാത്മാവിലാണ് നടത്തപ്പെടുന്നത്. എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചു. ഇപ്പം എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്ട്, എൻ്റെ പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിലോട്ടാണ്. അപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സൽപ്രവൃത്തികൾ ദൈവം മുൻപേ ഒരുക്കി വെച്ചതാ. എന്നിൽ കൂടെ വേണം ആ മനുഷ്യൻ ആ കർത്താവിനെ അറിയാൻ, അല്ലെങ്കിൽ എന്നിൽ കൂടെ വേണം ആ മനുഷ്യൻ രക്ഷപ്പെടാൻ. അത് ചിലപ്പോൾ ഈ ഭൂമിയിൽ പല ആവശ്യങ്ങൾ കാണും, അവരെ ഞാൻ വേണം സഹായിക്കാൻ. ചിലപ്പോൾ അത് സാമ്പത്തികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആത്മീയമായിട്ടായിരിക്കും. അപ്പം ഞാൻ മുൻകൂട്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ അതിലോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ആ ട്രാക്കിലേക്ക് കയറുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന, മിക്കവാറും ദിവസമെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങ് എന്നിൽ കൂടെ ആരൊക്കെ അങ്ങേ അറിയണമെന്ന് അങ്ങ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നെ അവരിലേക്കും അവരെ എന്നിലേക്കും നടത്തണേ. കർത്താവേ, എനിക്ക് മിസ് ഔട്ട് ചെയ്യരുതേ.
ആരെങ്കിലും അങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പ്രോംപ്റ്റ് ചെയ്യണം, എന്നെ ഓർപ്പിക്കണം. ഞാൻ കാണുന്ന എല്ലാവരോടും സുവിശേഷം പറയത്തില്ല കേട്ടോ. പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, വേണ്ടടുത്തും വേണ്ടാത്തടത്തും എല്ലാം. അങ്ങനെയല്ല അതിൻ്റെ രീതി. പരിശുദ്ധാത്മാവ് നമ്മൾ വ്യക്തമായിട്ട് ഗൈഡ് ചെയ്യും. പറയുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ 100 പേരോട് സുവിശേഷം പറഞ്ഞിട്ട് 2 പേര് രക്ഷപ്പെടുന്നതാണ് നല്ലത്, 10 പേരോട് പറഞ്ഞിട്ട് അതിൽ 10 പേരും രക്ഷപ്പെടുന്നതാണ് നല്ലത്? പരിശുദ്ധാത്മാവിനെ ഒന്ന് ആശ്രയിച്ചു നോക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങോടെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് നല്ല ബെസ്റ്റായിട്ട് ലീഡ് ചെയ്യും. ഈവൻ ഒരു ചെറിയ കാര്യത്തിൽ പോലും. ചെറിയ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നല്ല ക്യാമറ ഉള്ള ഒരു ഫോണിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാനൊരു സാധനവും ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മേടിക്കാറില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി പേരോട് ചോദിക്കും. കാരണം എനിക്കറിയാം പരിശുദ്ധാത്മാവ് എന്നെ ചിലപ്പോൾ ലീഡ് ചെയ്യുന്നത് അനേക വ്യക്തികളിൽ കൂടെയാണ്. ഞാനങ്ങനെ പല ഫോൺസ്, പല പ്രീമിയം ഫോൺസ് ക്യാമറ ഉള്ളത് നോക്കി. അപ്പോൾ എനിക്ക് പല റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്കതിനൊരു പെൻ വേണം. എനിക്കതിൽ എന്നെ എൻ്റെ ഫ്രണ്ടോട്ട് കാണിച്ചു. അപ്പോൾ അതിൽ എഴുതാനും വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ആസ് ആൻ ആർക്കിടെക്ട് എനിക്കത് പ്രയോജനപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് പോയി ഐഫോൺ നോക്കി, സാംസങ് നോക്കി, അങ്ങനെയെല്ലാം നോക്കിയിട്ടൊന്നും അങ്ങോട്ട് എനിക്കൊരു ഗൈഡൻസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കാനായിട്ട് കടയിൽ ചെന്നപ്പം ആ കടയുടെ ഉടമ തന്നെ പറഞ്ഞു, സാർ ഇത് മേടിക്കണ്ട, ഇതിനെക്കുറിച്ച് വലിയ നല്ല ഫീഡ്ബാക്ക് ഇല്ല. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു. ആരിലൂടെയൊക്കെ എനിക്ക് ഗൈഡ് ചെയ്ത് എനിക്ക് പറഞ്ഞു, എനിക്ക് ഏറ്റവും പറ്റിയ സാധനം ഐപാഡ് പ്രോ. ആസ് ആൻ ആർക്കിടെക്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതിൽ പെണ്ണൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഞങ്ങൾക്ക് ഫ്രീ ഹാൻഡ് സ്കെച്ച് ചെയ്യാം, അതിൻ്റെ 3D ചെയ്യാം, സൈഡിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്, ക്ലയൻസിനെ പ്രസൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിനേക്കാൾ നല്ലത് അതിനൊരു നല്ല ബെസ്റ്റ് ഒരു ക്യാമറയുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം എല്ലാം കൂടെ ഒത്തു വന്നു. അപ്പം ഹോളി സ്പിരിറ്റ് എന്നെ അതിലേക്ക് ലീഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് സാധനം, ഇപ്പം നമ്മുടെ പൈസ ഉണ്ട്, നമുക്ക് എന്ത് സാധനം മേടിക്കാം, നോ ഡൗട്ട്. പക്ഷേ അതെല്ലാം പ്രയോജനമാണെന്നില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാധനം പരിശുദ്ധാത്മാവ് നമ്മളതിലേക്ക് ലീഡ് ചെയ്യും, ഗൈഡ് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പരിശുദ്ധാത്മാവോട് പറ, പരിശുദ്ധാത്മാവ് എനിക്ക് പല പ്രിഫറൻസ് ഉണ്ട്, പക്ഷെ എൻ്റെ ആവശ്യങ്ങൾ ഇത്, അത് അങ്ങേക്കറിയാം. അതിലേക്ക് എന്നെ നടത്തണം. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനം ചൂസ് ചെയ്യാൻ എന്നെ സഹായിക്കണം. ഡെഫിനറ്റ്ലി പരിശുദ്ധാത്മാവ് സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.